ശ്രോതാക്കൾക്ക് ഒരു സംശയം ഉണ്ടാവും, എവിടുന്നാണ് ഇപ്പോൾ ഈ റമദാൻ അക്രോസ് ദി വേൾഡിൽ പങ്കെടുക്കാൻ ഫഹാസ് അലി ചേരുന്നത് എന്നുള്ളൊരു സംശയം ഉണ്ടാകും. അപ്പോൾ അത് ഫഹാസ് അലി തന്നെ നമുക്ക് പറഞ്ഞു തരും. യെസ്, ഞാൻ ഇപ്പൊ കറന്റ് UK കേംബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ ന്യൂ മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ പ്രസിദ്ധമായ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി എന്ന് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? അതെ. അപ്പോൾ ഏതാണെങ്കിലും UK കേംബ്രിഡ്ജിലാണ് ഇപ്പോൾ ഉള്ളത്. ഫാസിലി പിന്നെ നാട്ടിൽ തിരൂരാണ്. എത്ര വർഷമായി അവിടെ പോയിട്ട്? ഞാൻ 2022 ഇവിടെ എത്തിയതാണ്. 2022 സെപ്റ്റംബർ. 4 വർഷം ആവുന്നു. എന്താണ് അവിടെ ചെയ്യുന്നത്? ഞാനിവിടെ ഡോക്ടറാണ്. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. മാഷാ അല്ലാഹ്, ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. പൊതുവെ നമ്മൾ പുറത്തുള്ള ആൾക്കാരൊക്കെ കാണുമ്പം മലയാളികൾ വേഗം ചോദിക്കുന്ന ചോദ്യമുണ്ട്, ശരിക്കും അവിടെ മലയാളീസൊക്കെ ഉണ്ടോ? വേറെ കുറേ ആൾക്കാരനൊക്കെ ചോദിക്കില്ല. എന്താണ് അവിടുത്തെ അവസ്ഥ? എന്നാണ് കേംബ്രിഡ്ജ് നിങ്ങളെ ന്യൂ മാർക്കറ്റിൽ എന്താണ് മലയാളികൾ ഒരുപാടുണ്ടോ? ഇവിടെ മലയാളികളുണ്ട്, പക്ഷെ നമ്മുടെ കൗമ കുറവാണ്. മലയാളികൾ ഒരുപാടുണ്ട്. ഇവിടെ അടുത്തൊരു ഹോസ്പിറ്റൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവിടെ നഴ്സുമാരും ഇവരൊക്കെ ഈ സൗതേൺ പാർട്ട് ഓഫ് കേരള എന്നുള്ള കുറെ നഴ്സുമാരും അങ്ങനത്തെ കുറച്ച് ആൾക്കാർ ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് ഉണ്ട്. അതെ, ഇവിടെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അടുത്തുണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ മലയാളീസും അക്രോസ് ദി വേൾഡ്. കാരണം കേംബ്രിഡ്ജ് വൺ ഓഫ് ദി ബിഗസ്റ്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അവിടെ എല്ലാ രാജ്യക്കാരും ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഇപ്പൊ ഇവിടെ 5:50 സമയം. അവിടെ എത്ര മണിയാണ്? ഇവിടെ ഇപ്പോ 12:15 ഉച്ച 5 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ നോമ്പ് തുറക്കാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ. പിന്നെ അവിടെ നോമ്പ് തുറക്കാനുള്ള സമയം എപ്പോഴാണ് ഏകദേശം? ഇവിടെ ഏകദേശം ഒരു 6:08 ഇന്നലെ മഗ്‌രിബ്. ഇവിടെ ഓരോ ദിവസം ഭയങ്കരമായിട്ട് ചേഞ്ച് വരും. കാരണം ഇവിടെ നമുക്ക് നമ്മളെ നാട്ടിലത്തെ പോലെയല്ല. നമ്മുടെ നാട്ടിലൊരു ഫിക്സ്ഡ് ടൈം ആണല്ലോ. ഫിക്സ്ഡ് ടൈം ഇൻ ദ സെൻസ് ലൈക്ക് നമുക്ക് ഒരിക്കലും 1 മണിക്കൂറൊന്നും വ്യത്യാസം വരില്ലല്ലോ. മിനിറ്റും സെക്കൻഡ്സും ലൈക്ക് കുറച്ച് 1-2 മിനിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാന്നല്ലാതെ മണിക്കൂറിന്റെ വ്യത്യാസം വരില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് വിന്റർ ടൈമും സമ്മർ ടൈമും ഉണ്ട്. ഇപ്പൊ നമ്മള് വിന്റർ ടൈമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പം 1 മണിക്കൂർ നേരത്തെയാണ് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നടക്കുക. അപ്പോൾ 6:08 ഏകദേശം നോമ്പ് തുറക്കാനുള്ള ഒരു സമയം അല്ലേ? ഇന്നലെ 6:08, ഇന്ന് ചിലപ്പോൾ 6:10 സുബൈന്റെ സമയം? സുബൈന്റെ 4:45. 4:45. ഇപ്പൊ 4:45 മുതൽ 6:08 വരെ അല്ലേ? പക്ഷെ ഈ നോമ്പ് തുടങ്ങിയ ഒരു ഫസ്റ്റ് ഫ്യൂ ഡേയ്സ് നമുക്ക് 5:30 ബാങ്ക്. ഒറ്റയടിക്ക് ഒരു 3/4 മണിക്കൂറിന്റെ വ്യത്യാസം വന്നു. അത്ര മാറ്റം വന്നു അല്ലേ? അത്ര മാറ്റം വരും. അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ് പറയുന്നത്. അതിന് 1 മണിക്കൂർ ആവും, ഒരു 1.5 മണിക്കൂർ വരെയൊക്കെ പോകും. അപ്പോൾ ഓരോ നാട്ടിലെയും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ വെച്ചുകൊണ്ട് നോമ്പിന്റെ സമയത്തിൽ വരുന്നൊരു മാറ്റം ശരിക്കും നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് മുമ്പ് ഇങ്ങനെ പോകുമ്പോൾ ഇതൊന്നും അറിയില്ല. ഇല്ലല്ല അല്ല, ശരിക്കും നമുക്കിപ്പോൾ നോമ്പ് തുടങ്ങിയിട്ട് ബാങ്കിന്റെ സമയം എപ്പോഴാണോ മഗ്‌രിബിന്റെ സമയം എപ്പോഴാണോ അതിൽ നിന്ന് ഒരു 3-4 മിനിറ്റ് മാറ്റമൊക്കെ പരമാവധി അല്ലേ? തുടക്കം മുതൽ അവസാനം വരെ നോക്കുമ്പോൾ 5 മിനിറ്റ് ഒക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ പൊതുവെ. ഇത് പക്ഷേ 3/4 മണിക്കൂർ മാറ്റമൊക്കെയാണ് കാണാനുണ്ട്. അവിടെ കുറവാണ്. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ ഇതിപ്പോ നമ്മള് വിന്റർ ടൈമിലാണല്ലോ. കാരണം ഈ ഇവിടെ വിന്ററിലാണ് ഇപ്രാവശ്യം നോമ്പ് വന്നത്. 2022 ഞാൻ വന്ന ടൈമില്, ഞാൻ വരുന്നതിന് മുമ്പത്തെ ടൈമില് ഇവിടെ നോമ്പ് വന്നത് സമ്മറിലായിരുന്നു. സമ്മറിൽ നമുക്ക് 2 മണിക്ക് പുലർച്ചെ 2 മണിക്ക് സുബഹി ബാങ്ക് കൊടുക്കും. മഗ്‌രിബ് ബാങ്ക് കൊടുക്കല് രാത്രി 9:30. രാത്രി 9:30. ഇശാ നിസ്കാരം വരല് 11 മണിക്കാണ് ഇശാ നിസ്കാരം വരല്. അത് കഴിഞ്ഞിട്ട് തറാവി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ സുഹൂറിന്റെ ടൈമായി. ശരിക്കും നമ്മുടെ നാട്ടിൽ തറാവി നിസ്കരിക്കുന്ന ഒരു ടീം, മീൻസ് ഒരു 9:30 ആ സമയത്ത് നിസ്കരിക്കുന്ന ഒരു ടീമുണ്ട് ഖിയാമുൽ ലൈൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് 2:30 നിസ്കരിക്കുന്ന വേറെ ടീമുണ്ട്. 11 ആവശ്യമില്ല, അവിടെ ഒക്കെ ഒറ്റ സമയത്ത് മാത്രം തീർത്താൽ മതി. സമ്മർ ടൈമിൽ അതൊന്നും ഇല്ല, ഒറ്റ ടൈമേ ഉള്ളൂ. നമ്മളവിടെ ഇപ്പോൾ രാത്രി 9:30-10 മണിയാകുമ്പോൾ തറാവി കഴിയുന്ന അല്ലെങ്കിൽ നമസ്കാരം കഴിയുന്ന ഒരു ആൾക്കാരുണ്ടാവും. അപ്പം അതൊന്നും അവിടെ ആവശ്യമില്ലല്ലേ? അതെ. അപ്പോൾ ഏതാണെങ്കിലും ഇടയ്ക്കൊന്ന് ശ്രോതാക്കളുടെ അടുത്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിച്ചറിയാനുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ റമദാൻ അക്രോസ് ദ വേൾഡിൽ നമ്മുടെ കൂടെയുള്ള ഫഹാസ് അലിയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വഴി ചോദിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടുത്തെ റമദാനിൽ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് അനുഭവം അവിടെ ഉള്ളത്? ഈ സമയം സംഗതി അല്ലാതെ വേറെ എന്തെങ്കിലും? ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് നാട്ടിലത്തെ പോലെ ഒരു എന്താ പറയാ, നമ്മളൊരു കുട്ടികളെ ലാംഗ്വേജ് പറയണെങ്കിൽ ആ ഒരു വൈബ് കിട്ടൂല. ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മുടെ വർക്ക് ഷെഡ്യൂളും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, നമ്മള് പള്ളിയിൽ പോകുന്നു, ലൈക്ക് എല്ലാം കൃത്യതയോടെ ഇങ്ങനെ നടക്കും.
നമ്മള് നാട്ടിൽ നമുക്കിപ്പോ ഒരു കുടുംബക്കാരൻ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടി ടൈം മാറ്റി വെക്കും. ഇവിടെ അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ ഇല്ല. യെസ്. ഇവിടെ റമദാൻ എന്ന് പറയുമ്പോൾ നമ്മള് രാവിലെ സുഹൂറിന് എണീക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉടനെ ഡ്യൂട്ടിക്ക് പോകണം. ഞാനിവിടെ കേംബ്രിഡ്ജ് ആണെങ്കിൽ എന്റെ ഹോസ്പിറ്റല് നിയർലി ലണ്ടനിലല്ല, അതിന്റെ ഒരു ഔട്ട്സ്കേർട്ട് ആയിട്ടാണ്. അപ്പൊ നമുക്കൊരു 1 hour ട്രാവലിംഗ് ഡിസ്റ്റൻസ് ഉണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു 6:30 ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇൻഷാല്ല അവിടെ ഒരു 7:30-8 മണിക്ക് ആ ഒരു ടൈമിലെത്തും, ഡിപ്പെൻഡിങ് അപ്പോൺ ദി ട്രാഫിക്. അപ്പോ നോമ്പ് എന്ന് പറയുമ്പോൾ പിന്നെ വർക്കായി. പിന്നെ ഒരു 4 മണിക്ക് വർക്ക് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നു, നോമ്പ് തുറക്കുന്നു, നേരെ വീട്ടുകാരെല്ലാരും കൂടി പള്ളി തറാവി പോകുന്നു. ആ ഒരു ഇത്. ആരൊക്കെയാണ് വീട്ടിൽ, അവിടെ ആരൊക്കെയാണ് ഉള്ളത്? വീട്ടില് ഞാൻ മാരീഡ് ആണ്, എന്റെ വൈഫ് ഉണ്ട്, എനിക്കൊരു 1.5 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, പിന്നെ എന്റെ അനിയത്തി ഉണ്ട്. ഞങ്ങൾ 3 ആളാണ് എന്റെ വീട്ടിലുള്ളത്. ഓക്കെ. ശരിക്ക് യു കെയില് അങ്ങനെ മെയിൻ ലക്ഷ്യം വെച്ചിട്ട് തന്നെ പോയതാണോ? അവിടെ ഒന്ന് പോകണം, ജോലി റെഡിയാക്കണം? ആക്ച്വലി ഞാൻ നാട്ടിലാണ് പഠിച്ചത്. ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ എന്റെ താല്പര്യം നാട്ടിൽ നിൽക്കായിരുന്നു. പക്ഷെ എന്റെ വൈഫ് ഇവിടെ കേംബ്രിഡ്ജിലാണ്, ആംഗ്ലിയ റസ്കിൻ യൂണിവേഴ്സിറ്റി എന്നൊരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിലുള്ള ഒരു കോളേജ് ഉണ്ട്. അവിടെയാണ് ആള് മാസ്റ്റേഴ്സ് ചെയ്തത്. അപ്പൊ ആളുടെ ഡിപ്പെൻഡന്റ് ആയിട്ടാണ് ആദ്യം ഞാൻ യു കെയിലോട്ട് വരുന്നത്. അങ്ങനെ അല്ലാതെ യു കെ ലക്ഷ്യം വെച്ച് വന്നതല്ല. ആൾക്ക് ഇവിടെ മാസ്റ്റേഴ്സ് കിട്ടി, സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ആൾ ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാൻ ഇവിടെ ഡിപ്പെൻഡന്റ് ആയി പോന്നു. അങ്ങനെ പിന്നെ സബ്ജക്ട് ക്ലിനിക്കൽ സൈക്കോളജി. ഓക്കെ. ആ ആവശ്യാർത്ഥാണ് ആദ്യം അവിടെ എത്തിപ്പെട്ടത്. പിന്നെ അവിടത്തെ ജോലിയിൽ കയറി അല്ലേ? പിന്നെ ഞാനിവിടെ നമുക്ക് ഇവിടെ നാട്ടിലത്തെ നമ്മളെ നാട്ടിൽ പഠിച്ച പോലും നമുക്ക് ഇവിടെ വന്നിട്ട് ഒരു 2-3 എക്സാംസ് എഴുതാണ്ട്. ഒന്ന് OET എന്ന് പറയും, പിന്നെ പ്ലാബ് 1 പ്ലാബ് 2 എന്ന് പറയും. അത് രണ്ടും പാസ്സായതിനു ശേഷം ഇൻഷാല്ലാ നമുക്ക് ഇവിടുത്തെ ഒരു രജിസ്ട്രേഷൻ, ഒരു പിൻ നമ്പർ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ നമുക്കൊരു നമ്പർ ഉണ്ടാവില്ല, ഒരു ഡോക്ടറിന് ഒരു സ്പെസിഫിക് നമ്പർ. അതുപോലെ ഇവിടുത്തെ ഒരു GMC പിൻ നമ്പർ ഉണ്ട്. ആ പിൻ നമ്പർ കിട്ടിയതിന് ശേഷം നമുക്ക് ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ ഇവിടെ ജോലിക്ക് അപ്ലൈ ചെയ്തു, അൽഹംദുലില്ലാഹ് ജോലി കിട്ടി. ഇപ്പൊ കറന്റ് കാർഡിയോളജിയിൽ വർക്ക് ചെയ്യുന്നു. അൽഹംദുലില്ലാഹ്. അപ്പോൾ കാർഡിയോളജിയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്താണ് ഹോസ്പിറ്റലിന്റെ പേരെന്താണ്? എന്റെ ഹോസ്പിറ്റലിന്റെ പേര് ദ പ്രിൻസസ് അലക്സാണ്ടർ ഹോസ്പിറ്റൽ ഇൻ ഹാർലോ. ഓക്കെ. അവിടെ ഒരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിന്റെ അടുത്തായിരിക്കും ഒരു പക്ഷേ താമസം അല്ലേ? അല്ല, ഞങ്ങള് കേംബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മളിപ്പോ നമ്മുടെ നാട്ടില് നമ്മുടെ സ്റ്റേറ്റ് കേരള ആണെങ്കിലും നമുക്ക് ഡിഫറെന്റ് ഡിസ്ട്രിക്ട്സ് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൗൺസ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ സ്റ്റേറ്റ് ആണ് കേംബ്രിഡ്ജ്. ഞാൻ ഇവിടുന്ന് ഒരു 25 മിനിറ്റ്സ് ഫർദർ ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്, ന്യൂ മാർക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ന്യൂ മാർക്കറ്റ് കുറച്ചും കൂടി ഓക്കെ ഉള്ള ഒരു സ്ഥലമാണ്. റെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കേംബ്രിഡ്ജ് ഇസ് വെരി എക്സ്പെൻസീവ്. എങ്ങനെയാണ് അവിടുത്തെ ഒരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അവിടുത്തെ കുട്ടികൾക്ക് പോകാനും പിന്നെ കൂടാനൊക്കെ ഉള്ള പള്ളി സൗകര്യങ്ങൾ അങ്ങനെയൊക്കെ അവിടെ ഉള്ളതായിട്ട് അറിവുണ്ടോ? ഒരുപാട് നമുക്കൊരു ചിന്ത ഉണ്ട്. ചില ആൾക്കാർക്ക് ലൈക്ക് നമ്മളെ നാട്ടിലത്തെ ആൾക്കാർക്ക് അത്ര ലൈക്ക് കേംബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോൾ ഫുൾ ക്രിസ്ത്യൻസ് ആണ്, ഇവിടെ പള്ളിയില്ല. നമ്മളെ കേംബ്രിഡ്ജ് ടൗണിൽ തന്നെ നമുക്ക് 5-6 പള്ളികളുണ്ട്, 5-6 പള്ളികളുണ്ട്. അതില് ഒരു സലഫി പള്ളി ഉണ്ട്, മസ്ജിദുൽ ഇഖ്ലാസ് എന്നാണ് പേര്. നമ്മുടെ ഇവിടുത്തെ ഒരുപാട് നമ്മുടെ പ്രവർത്തകർ അവിടെ ഉണ്ട്, ലൈക്ക് ലോക്കലി നമ്മുടെ ഇസ്ലാം സെന്ററുമായിട്ട് ബന്ധപ്പെടുന്ന കുറച്ച് പേര് അവിടെ ഉണ്ട്. നമുക്ക് അവിടെ ഈ വിഷയത്തിൽ തന്നെ ഒരു ശ്രോതാവ് ഖദീജ കിണവക്കൽ അവിടെ സ്ത്രീകൾ പള്ളിയിൽ പോകണമെന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഫീഡ്ബാക്ക് വഴി. അപ്പോൾ അതോടനുബന്ധിച്ച് നിങ്ങൾക്ക് മറുപടി പറയാം, നിങ്ങളുടെ പള്ളി അവിടുത്തെ അനുഭവങ്ങൾ. ഇവിടെ എല്ലാ പള്ളിയിലും സ്ത്രീകളുടെ അലോഡാണ്, എല്ലാ പള്ളിയിലും. അവിടെ ഫെസിലിറ്റി ഉണ്ടോ അവിടെ അലോഡാണ്. കാരണം ഇവിടെ നമുക്ക് ഈ യു കെയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമേരിക്ക പോലെയല്ല യു കെ. കാരണം വെച്ചാൽ യു കെയിൽ ഇവിടുത്തെ ബിൽഡിങ്സ് നമുക്ക് പുറത്ത് റിനോവേറ്റ് ചെയ്യാൻ പറ്റില്ല, ഉള്ളിൽ അവർ ഇവിടുത്തെ കൾച്ചർ കീപ്പപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എങ്ങനെയാണോ പണ്ട് ലൈക്ക് 1960s-ലും 40s-ലും എങ്ങനെയാണ് ഇവർ ബിൽഡിംഗ് ഉണ്ടായത്, അതുപോലെ പുറം കീപ്പപ്പ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും അടിച്ചുപണികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഒരു ഗേൾസിന് ഫെസിലിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന പള്ളിയാണെങ്കിൽ, എല്ലാ സൗകര്യമുള്ള പള്ളിയാണെങ്കിൽ ഇവിടെ എല്ലാ പള്ളിയിലും ഫെസിലിറ്റീസ് ഉണ്ട്. സൗകര്യം ഇല്ലാത്ത പള്ളിയിൽ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലാതെ അവർ എതിർക്കണോണ്ടല്ല. കാരണം ഇവിടെ മിക്ക പള്ളികളും റൺ ചെയ്യുന്നത് തബ്ലീഗി ആ ഒരു ആശയക്കാരാണ്. ഇവർ ഭയങ്കര വലിയ കമ്മ്യൂണിറ്റിയാണ് അവർക്ക് ഇവിടെ ഉള്ളത്. അപ്പൊ അവർ ഇതിനോട് എതിർക്കുന്ന ആൾക്കാരല്ല. അപ്പൊ അവർക്ക് എല്ലാ പിന്നെ നമ്മളെ പള്ളികളായിട്ടുണ്ട്, അവിടെ ഒബ്വിയസ്ലി നമ്മളതിനുള്ള ഫെസിലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പള്ളികളിലും സ്ത്രീകൾ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ പിന്നെ നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നിങ്ങളെ തിരൂർ ഭാഗത്തുനിന്ന് ശ്രോതാവ് ഒരു വേറെ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, മുംതാസ് ബീഗം MCC തിരൂർ. ഒരു ചോദിച്ചത് അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാണ് എന്നാണ് ഒരു ചോദ്യം.
ഫുഡ് ഇവിടെ എല്ലാ ടൈപ്പ് ഫുഡും കിട്ടും. അതൊക്കെ ജസ്റ്റ് ഒരു മിസ്കൺസെപ്ഷൻ മാത്രമാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നും കിട്ടില്ല. കുറച്ചുകൂടി എക്സ്പെൻസീവ് ആയിരിക്കും ഒബ്വിയസ്ലി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോ നമ്മുടെ നാട്ടിൽ ചിക്കന് കൊടുക്കണ വില ആവില്ല ഇവിടെ ചിക്കന് കൊടുക്കും. ഒബ്വിയസ്ലി നമ്മൾ ഹലാൽ ചിക്കൻ മേടിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കൊടുക്കേണ്ടി വരും. കാരണം ഇവിടെ നമുക്ക് ഇതുകളുണ്ട്, നമ്മളെ ലുലു പോലത്തെ ഇവിടുത്തെ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ എങ്ങനെയാ വെച്ചാൽ ഇവരെ ചിക്കനാണ് വെക്കൽ, അത് ഹലാലായിരിക്കണം എന്നില്ല. അപ്പൊ ചീപ്പർ റേറ്റിൽ കിട്ടും. പക്ഷെ നമ്മളെ ചിക്കൻ നമ്മൾ മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ സാധനങ്ങൾ നമ്മൾ മേടിക്കുമ്പോൾ നമ്മളെ ഇന്ത്യൻ സ്റ്റോഴ്സ് പോയി മേടിക്കുമ്പോൾ എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ ഫുഡൊക്കെ ഒബ്വിയസ്ലി ഹലാൽ ഉണ്ട്. മിക്ക ഹോട്ടലിലും ഇവിടെ നമ്മൾ ഹലാൽ പോസ്റ്റേഴ്സ് ഉണ്ട്. HMC എന്നാ പറയാ. ആ HMC കൗൺസിൽ ഹലാൽ സർട്ടിഫൈഡ് ഫുഡുകളാണ് മിക്ക ഹോട്ടൽസിലുള്ളത്. പൊതുവേ ഫുഡിന് പ്രശ്നമില്ല. പ്രയാസമില്ല. അപ്പം ബീഫും പത്തിരിയും കിട്ടാനൊന്നും വലിയൊരു പ്രയാസം ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാവുന്നത്. കുറച്ച് മുടക്കിയാൽ മതി എന്നാണ് പറഞ്ഞത്. അതെ അതെ. കുറച്ച് മുടക്കിയാലേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ ഒരു പ്രശ്നമില്ല. അതൊന്നും ഇവിടെ ഒരു വിഷയം. ഇവിടെ ഹുസൈൻക ഇടത്തനാട്ടുകാരെന്ന് ഹുസൈൻക അയച്ചൊരു മെസ്സേജ്, പഴയ കാലങ്ങളിൽ തന്നെ തിരൂർ ദുബായ് എന്നാണ് പറയാറുള്ളത്. അവിടെ ഉള്ളവർ കൂടുതലും വിദേശത്ത് തന്നെയാണ്. അതുകൊണ്ട് കൂടി ആവാം എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ ഇവിടെ തിരൂരാണ് ഡോക്ടർ ഫാസ്ക എന്ന് പറഞ്ഞപ്പോൾ തിരൂരിലുള്ള കുറേ ആൾക്കാർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ശ്രോതാവ് ചോദിച്ചത് ഡോക്ടർ ഫഹദ് അല്ലല്ലോ, പേരെന്താ? ഫഹാസാണ്. യെസ്, ടൈപ്പ് ചെയ്താൽ മാറിയിരിക്കും. തൃശ്ശൂർ എവിടെയാ പഠിച്ചെന്ന് ചോദിക്കണ്ടേ ഒരു ശ്രോതാവ്. ഞാൻ തൃശ്ശൂർ അമല മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. ഓക്കെ, അമല മെഡിക്കൽ കോളേജിലാണ് MBBS പൂർത്തിയാക്കിയത്. പിന്നെ സ്പെഷ്യാലിറ്റി കാർഡിയോളജിയിൽ പൂർത്തിയാക്കിയോ? ഇല്ല, ഞാൻ ഇവിടെ റെസിഡന്റ് ഡോക്ടർ ആയിട്ടാണ് കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റാണ്. ഓക്കെ. പൊതുവെ അവിടുത്തെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി, പിന്നെ അവരുടെ ആക്ടിവിറ്റീസ്, ഇപ്പോൾ റമദാൻ ആയിട്ട് ബന്ധപ്പെട്ട് ഇഫ്താർ മീറ്റുകൾ, അതുപോലെ തന്നെ പഠന ക്ലാസ്സുകൾ, അതൊക്കെ എങ്ങനെയാണ്? പിന്നെ നിങ്ങൾ കൂടുന്ന പള്ളിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ കാര്യങ്ങൾ നടക്കാറുണ്ടോ? ഇവിടെ എങ്ങനെയാന്ന് വെച്ചാല് ഇവിടെ നമ്മള് മലയാളികൾ സാധാരണ ഞങ്ങൾ ഇവിടെ ചെറിയൊരു കമ്മ്യൂണിറ്റി ആണുള്ളത്, ലൈക്ക് മുസ്ലിംസ് ആയിട്ടുള്ളവര്. അപ്പൊ നമ്മുടെ വീട്ടിൽ മാസം ഓരോരുത്തരുടെ വീട്ടിൽ നമ്മൾ ക്ലാസ്സസ് ഓർഗനൈസ് ചെയ്യും. അപ്പൊ നമ്മള് ഓരോ ദായിമാർ അല്ലെങ്കിൽ സ്കോളേഴ്സിനെ വിളിക്കും. അവർ വന്നിട്ട് ഒരു ചെറിയൊരു നമ്മുടെ നാട്ടിൽ നമ്മള് ഫാമിലി മീറ്റ് വെക്കൂല, അതുപോലെ പരിപാടികൾ. എക്സാക്ട്ലി അതന്നെ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഓരോ ഇപ്പൊ ഫസ്റ്റ് എന്റെ വീട്ടിലാണെങ്കിൽ പിന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള വേറെ ആരെങ്കിലും വീട്ടിൽ വെച്ച് നടത്തും. നമ്മൾ ഫുഡൊക്കെ എല്ലാവരും കൂടി അവരവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ കൊണ്ടുവരും. അങ്ങനെയാണ് ക്ലാസ് നടത്തുക. ഈ റമദാനിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ ഖുർആൻ ക്ലാസ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം റമദാനില് അവരവരുടെ കുറച്ചൊരു ഡ്യൂട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ട് നൈറ്റിലാണോ സാധാരണ വെക്കില്ല. അപ്പൊ നമുക്ക് ഈ നൈറ്റിൽ ഈ ക്ലാസ് വെക്കാൻ ഇപ്പോ റമദാനിൽ പറ്റില്ല, മറ്റേ തറാവിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പള്ളിയിൽ എങ്ങനെ വെച്ചാൽ ഒബ്വിയസ്ലി ഇവിടെ ഇപ്പൊ എന്റെ അടുത്തുള്ള ഒരു പള്ളി ഒരു തബ്ലീഗ് പള്ളിയാണ്. അവിടെ ഡെയിലി ക്ലാസ്സസ് ഉണ്ടാവും. പിന്നെ അവർക്ക് ഈ ജമാഅത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് പുറത്തുനിന്ന് വരും. അപ്പൊ അവരോട് ഓവർനൈറ്റ് സ്റ്റേ ചെയ്യും. അപ്പൊ അങ്ങനത്തെ ക്ലാസ്സസുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. അവര് ഇംഗ്ലീഷിലും ചെയ്യും, ഉറുദുവിലും ചെയ്യും. ഈ രണ്ട് ഭാഷയിലാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ഉറുദുവിലാണ് ബേസിക്കലി അവർ ചെയ്യില്ല. അപ്പൊ നമ്മൾ അറിയാത്തവർ ഇവര് കുറച്ചുപേരെ മാറ്റി വെക്കും. എന്നിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഇവർ എടുത്തിട്ട് ഒരാള് ഇംഗ്ലീഷിൽ. അപ്പോൾ പിന്നെ ഈ രൂപത്തിൽ അയൽക്കൂട്ടം പരിപാടികളൊക്കെ നടക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ പൊതുവേ ഈ അയൽക്കൂട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള വളരെ ലോക്കലായിട്ടുള്ള പരിപാടികളാണ് എന്നാണ് പൊതുവേ നമ്മുടെ ഒരു മനസ്സിലേക്കുള്ള ധാരണ. എന്നാൽ UK വരെ, ഈവൻ കേംബ്രിഡ്ജിൽ വരെ നടക്കുന്ന പ്രോഗ്രാമാണ് എന്ത് നമ്മുടെ അയൽക്കൂട്ടം പരിപാടികൾ എന്നാണ് ഇപ്പൊ മനസ്സിലായത്. അവിടെ മദ്രസ സംവിധാനങ്ങൾക്ക് എന്താണ് സൗകര്യങ്ങളുണ്ടോ? അവിടെ മദ്രസ ഉണ്ടല്ലോ. നമുക്ക് ഇപ്പോ രണ്ട് രീതിയിലുള്ള മദ്രസ ഉണ്ട്. ഓൺലൈൻ മദ്രസ ഉണ്ട്, ഓഫ്ലൈൻ ആയിട്ടുള്ളതുണ്ട്. ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഈജിപ്തിൽ നിന്നൊക്കെ വരുന്ന കുറച്ച് ആൾക്കാർ ലൈക്ക് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഇവര് അക്രോസ് UK ഇവരൊരു സെൻട്രൽ മദ്രസ എന്നുള്ള രീതിയിലാണ്. എങ്ങനെ വെച്ചാൽ UK എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ജോയിൻ ചെയ്യുമ്പോൾ ഇവര് ഇന്ന ടൈമിൽ ഇവര് മദ്രസ ക്ലാസ്സുകൾ എടുക്കും. 1-to-1 എടുക്കുന്നവരുണ്ട്, എല്ലാവരും കൂട്ടത്തിൽ എടുക്കുന്നവരുണ്ട്. അതല്ലാതെ ഇപ്പൊ നമ്മളെ പള്ളിയിൽ തന്നെ നമ്മളെ മദ്രസ പോലെ തന്നെ. പിന്നെ ഇവിടെ നമ്മളെ പള്ളിയിൽ തന്നെ മദ്രസ ഉണ്ട്. പക്ഷെ അത് നമ്മളെ കുട്ടികള് ജനിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് സംസാരിച്ച് വരൂലല്ലോ, അവർക്ക് മലയാളം സംസാരിക്കാം. അപ്പൊ പള്ളിയിൽ ഇംഗ്ലീഷിലാവും ക്ലാസ് ഉണ്ടാവും. അപ്പൊ അവരൊന്ന് പിക്കപ്പ് ചെയ്ത് ലൈക്ക് സ്കൂളൊക്കെ പോയി തുടങ്ങുമ്പോൾ തന്നെ അവരൊന്ന് ഇംഗ്ലീഷ്. ഇവിടെ പെട്ടെന്ന് കുട്ടികൾ നമ്മളെ പോലെയല്ല, നമ്മൾ മലയാളം പഠിച്ച് വളർന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷിനെ വേറെ പഠിക്കേണ്ടി വരും. ഇവര് ഇംഗ്ലീഷാണ് സംസാരിച്ച് വളരുന്നത്. സോ അവര് ഡയറക്റ്റ് മദ്രസ പോകുന്നതിന് കുട്ടികളെ ഇന്ററാക്ട് ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് മദ്രസ ഇങ്ങനെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരും. അവരെ മലയാളം പഠിപ്പിക്കാനാണ് നമ്മൾ കുറച്ചുകൂടി പ്രയാസപ്പെടുക അല്ലേ? അവരെ മലയാളം പഠിപ്പിക്കാനായിരിക്കും കുറച്ചുകൂടി നമ്മൾ. പക്ഷെ അതെന്താന്ന് വെച്ചാല് കാരണം മിക്ക ആൾക്കാരും വീട്ടിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് അത് പിക്ക് ആയി. ഞങ്ങൾ വീട്ടിൽ മലയാളം സംസാരിക്കണം. അപ്പൊ ഒബ്വിയസ്ലി കുട്ടിക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു.
നമ്മുടെ ഓൺലൈൻ മദ്രസൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ജസീൽക്ക കൂടെ ഉണ്ട്. വിസ്ഡം ഓൺലൈൻ മദ്രസൻ്റെ ചാർജുള്ള ജസീൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. ഇസ്ലാം ഓൺലൈൻ മദ്രസ ഇതേപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മുടെ ഇവിടുത്തെ നാട്ടിലത്തെ ടൈമിംഗ് ആണ്. നാട്ടിലെ ടൈമിങ്ങിൽ പിന്നെ സുബഹിക്ക് ശേഷം 1 മണിക്കൂറും അതേപോലെ മഗ്രിബിന് ശേഷം 1 മണിക്കൂർ, 2 റെഗുലർ ബാച്ചുകളാണ് അങ്ങനെ ഉള്ളത്. പിന്നെ നമുക്കുള്ള വരുന്നത് ഇപ്പോൾ പറഞ്ഞ 1 to 1 എന്നുള്ളത് എപ്പോഴും പഠിതാവിൻ്റെ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ സമയത്തിനനുസരിച്ച് 1 to 1 ഒരു ടീച്ചർ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ളവർക്ക് നമ്മൾ അങ്ങനെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ നമ്മൾ കഴിഞ്ഞ വർഷമാണ് തുടങ്ങിയത് വിസ്ഡം ഓൺലൈൻ മദ്രസ. ഇപ്പോൾ നമ്മളതിൻ്റെ അഡ്മിഷൻ സമയമാണ്. അപ്പോൾ മലയാളികളായിട്ടുള്ള ആളുകളെ ഇതുപോലെ ലോകത്തുള്ള എവിടെയുള്ള ആൾക്കാർക്കും ഇത് പറ്റും. അതെ അതെ അതെ. മാത്രമല്ല കേരളത്തിലുള്ള ഫീസ് സ്ട്രക്ചർ ആയിരിക്കും, അപ്പോൾ അതുകൊണ്ട് ഫീസ് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവായിരിക്കും. അതെ, യെസ്, ഓക്കെ. അപ്പോൾ നോമ്പുമായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാർ വേറെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. യെസ്, ഒരാൾ കച്ചവടത്തിനായിട്ട് ചോദിച്ചിട്ടുണ്ട്, UK മിനി മാർക്കറ്റ് തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ബക്കാല പോലത്തെ മാർക്കറ്റാണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സ്പെൻസീവ് ആണ്. നമ്മൾ ആദ്യം വലിയൊരു ഫണ്ട് ഇവിടെ ഗവൺമെന്റിന് കെട്ടണം. അപ്പോൾ നമുക്ക് ഇവിടെ തുടങ്ങണമെങ്കിൽ കുഴപ്പമില്ല, അവർ വിസ പ്രൊവൈഡ് ചെയ്യും. നമുക്ക് വിസ അത് വെച്ച് നമുക്ക് വിസ എടുക്കാൻ പറ്റും. അങ്ങനത്തെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഒരുപാട്. നമ്മുടെ മലപ്പുറത്ത് നിന്ന ഇക്കമാരൊക്കെ ഇവിടെ കടകളും ഗ്രോസറി ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്, മിനി മാർക്കറ്റ് പോലെ. പക്ഷെ അത് നമ്മുടെ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആദ്യം ഇവിടെ ഗവൺമെന്റിന് കെട്ടിവെക്കണം. ഓക്കെ, നമ്മുടെ ഒരു സമയം അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് പിന്നെ ഒരു പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് ഈ ഒരു സമയത്ത്, ഇപ്പോൾ റമദാനിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് നമ്മളുള്ളത്. ഒരു അവസാനത്തെ 10 അതിൻ്റെ പകുതി കഴിഞ്ഞു, ഇനിയിപ്പോൾ 5 നോമ്പ് കൂടി മാത്രമാണ് നമ്മുടെ ഏകദേശം നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഡോക്ടർ ഫഹാസ്കക്ക് എന്താണ് ഒരു പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് നൽകാനുള്ള ഒരു മെസ്സേജ് എന്താണ്? മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യുക. അവസാനത്തെ 10 എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ചിരിയും കളിയും ഡ്രസ്സ് എടുത്തും ടൈം കളയാതെ ഇബാദത്തിലും മാക്സിമം ഇൻവോൾവ് ചെയ്യുക. നമ്മള് ഇപ്പോ ഒന്നും പറ്റിയില്ലെങ്കിൽ 5 നേരത്തെ നമസ്കാരമെങ്കിലും പള്ളിയിൽ നിന്ന് നിർബന്ധമായിട്ടും ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ നമ്മൾ സൂക്ഷിക്കാൻ വേണം, വേറെ ഒന്നും പറ്റാത്ത ആൾക്കാര്. അതുപോലെ ഖുർആൻ കിട്ടുന്ന ടൈമിലൊക്കെ ഖുർആൻ നമ്മള് പാരായണം ചെയ്യുക. പിന്നെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക, നമ്മുടെ മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുക, പലസ്തീന് വേണ്ടി ദുആ ചെയ്യുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു UK സാഹചര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്രയോ സൗകര്യങ്ങളുണ്ട്. റമദാനിലുള്ള നമസ്കാരങ്ങളാണെങ്കിലും ക്ലാസ്സുകളാണെങ്കിലും. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരമാവധി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് ഡോക്ടർ ഫഹാസ്ക നമ്മോട് ഈ ഒരു സമയത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ധാരാളം ശ്രോതാക്കൾ പിന്നെയും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, തറാവി നമസ്കാരം എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനൊരു ടൈം ആയിട്ടുണ്ട് അല്ലേ? ഒരു ശ്രോതാവ് പറഞ്ഞു, അഫ്രാൻ നിഷാർ പെരുന്തൽമണ്ണ പറഞ്ഞത്, ഇന്ന് PR കുടുംബത്തോടൊപ്പം UK പോയി വരാൻ സാധിച്ചു. അതെ അതെ, മാഷാ അല്ലാ. ഓക്കെ, അപ്പം ഇന്ന് നമ്മളൊപ്പം UK നിന്നും അവിടുത്തെ റമദാൻ അനുഭവങ്ങളും ജീവിതാനുഭവങ്ങളുമായിട്ട് നമ്മളൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നത് ഡോക്ടർ ഫഹാസ് അലി, തിരൂർ സ്വദേശിയായ ഡോക്ടർ ഫഹാസ് അലി. അപ്പോൾ ഒരു എല്ലാവിധ ആശംസകളും നേരുന്നു ജോലിയിൽ, അതുപോലെ തന്നെ മറ്റ് എല്ലാ കാര്യങ്ങളിലും. പിന്നെ നമ്മുടെ ദീനിൻ്റെ വിഷയത്തിലാണെങ്കിലും അള്ളാഹു ബർക്കത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു സമയത്ത് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹ് ഖൈർ, ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.